ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ ഈ പറയുന്ന കല്യാണിയും കിരണൊക്കെ പേടിച്ചിരിക്കുകയാണ്. എന്തായാലും CI അവിടേക്ക് വരികയാണ്. CI എന്തായാലും അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് സത്യങ്ങളൊക്കെ ഏകദേശം അറിയാം. എന്തായാലും സ്റ്റെഫിയെ അയാൾ കാണുന്നുണ്ട്. സ്റ്റെഫിയോട് പറയുകയാണ്, നിന്റെ കാമുകൻ അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ആത്മാവായി മാറിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉടനെ ഞാൻ നിന്നെ അറിയിക്കും. അതിപ്പോ നീ ജയിലിൽ പോയാലും അവിടെ നിനക്ക് TV കൊണ്ടല്ലോ, അപ്പൊ അതിൽ ന്യൂസായി നിനക്ക് കാണാം, ഉടനെ തന്നെ അറിയാൻ സാധിക്കും. പിന്നെ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അവനെ ഞാൻ ഇനി ഒരാളെ മേൽ കൈവയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ അങ്ങനെയാണ് ചെയ്യുകയുള്ളൂ. മുകളിൽ നിന്ന് ഒരുപാട് പ്രഷർ എനിക്ക് ഉണ്ടായിരുന്നു, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന്റെ പുറകെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നിട്ടും ഞാൻ ഇതിന് നിൽക്കുന്നത്. എനിക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്കൊരു ത്രില്ലാണ്, അത് അവസാനം വരെ എത്തിക്കുക എന്നുള്ളത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും കല്യാണിയും കിരണും പേടിച്ചിരിക്കുകയാണ്. അപ്പൊ കല്യാണി മാത്രം പേടിച്ചിരിക്കുകയാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, നീ ഒരിക്കലും പേടിക്കണ്ട, എന്തായാലും അവനെ കൊന്നതിൽ ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല, എല്ലാവരും എന്നെ അഭിനന്ദിക്കുക മാത്രമുള്ളൂ. പിന്നെ ഈ പറയുന്ന വേലുവും അതുപോലെ തന്നെ രതീഷും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ അവരെ ഒറ്റുകൊടുക്കില്ല, അവരെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. എല്ലാ ഇതും ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങും. ഈ പറയുന്ന തെളിവ് നശിപ്പിച്ചതും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തൊക്കെ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം സ്വന്തം അച്ഛൻ അദ്ദേഹത്തെ കാണുകയാണ് കിരൺ. അങ്ങനെ ചന്ദ്രസേനോട് പറയുന്നുണ്ട്, അച്ഛാ കേസുമായിട്ട് CI മുന്നോട്ട് പോവുകയാണ്, എന്തായാലും ഉടനെ ഈ കേസിന്റെ അവസാനം എന്നെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ കിരണാണ് ഗംഗപ്രസാദിനെ കൊന്നതെന്ന് വിചാരിച്ചിട്ടാണ് കിരൺ അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കൊരു പേടിയുമില്ല ജയിലിൽ കിടക്കാൻ. എന്തായാലും ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പറയുന്ന എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നവനും അതുപോലെ തന്നെ കല്യാണിയുടെ ആങ്ങള ആ വിക്രത്തിനെയും എൻ്റെ കയ്യിൽ കിട്ടും. ആ വിക്രം സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും അവനൊരു നോക്ക് കാണാൻ വരാത്തവനാണ്, അതുകൊണ്ട് അവിടെ ഇട്ട് 2 എണ്ണം അവന് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അതൊന്നും തന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. CI നമ്മുടെ കിരണിനെയല്ല അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, CI അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ യഥാർത്ഥ കൊലയാളിയെ തന്നെയാണ്. അതായത് നമ്മുടെ ഗംഗയുടെ തലയ്ക്ക് പുറകിൽ അടിച്ച് ആ സമയത്താണ് അവൻ അവിടെ ബോധം കെട്ട് അങ്ങനെ മരിച്ചു വീഴുന്നത്. അപ്പൊ അങ്ങനെ ആരാണോ ചെയ്തത് ആ ഒരു തെളിവിലേക്ക്, ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് CIക്ക് സൂചനകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ നിൽക്കാണ്. എന്തായാലും കിരൺ കല്യാണിയോട് പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും ആദർശിനെയും രക്ഷിച്ച നവീനുണ്ടല്ലോ ആ വക്കീല്, എന്തായാലും അവനെ എൻ്റെ വക്കീലായിട്ട് വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊരു ഭാഗത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.